6 വർഷമായി തുടരുന്ന ദുരിതമാണെങ്കിലും ഇക്കഴിഞ്ഞ ഒക്ടോബർ 21 നടന്ന ജനകീയ സമരത്തോടെയാണ് ഫ്രഷ് കട്ട് നാട്ടിലും പുറത്തും പ്രധാന ചർച്ചയായത്. ഫ്രഷ് കട്ടിന്റെ ദുരിതം ഇപ്പോഴും തുടരുകയാണെന്നും അധികാരികൾ തങ്ങൾക്കായി ഇടപെടുന്നില്ലെന്നും ഇരകൾ പറഞ്ഞു. 4000-ഓളം കുടുംബങ്ങളെ ശുദ്ധമായി നിഷേധിക്കപ്പെട്ട ഈ സമയത്ത് എന്തായാലും അത് ഇലക്ഷനെ ബാധിക്കും. അത് കണ്ടറിഞ്ഞെങ്കിലും ഞങ്ങളോട് ദയ കാണിച്ച് ഞങ്ങളെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണം ഭരണകൂടത്തിൻ്റെ രീതിയിൽ ഞങ്ങളൊരു അലിവ് പോലും ഞങ്ങൾ കാണുന്നില്ല. അവരൊന്ന് ഇടപെട്ടിരുന്നേ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഒരയവ് കിട്ടിയ. താമരശ്ശേരി, ഓമശ്ശേരി, കട്ടിപ്പാറ, കോടഞ്ചേരി പഞ്ചായത്തുകളിലെല്ലാം ഫ്രഷ് കട്ട് പ്രധാന ചർച്ചയാണെന്നും സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾക്കെതിരായ വിധിയെഴുത്താകും തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും UDF പ്രതികരിച്ചു. ഇടകൾക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാപട്യമുണ്ട്. എന്തുകൊണ്ടാണ് ഭരിക്കുന്ന ആളുകൾ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഗവൺമെന്റ് അത് ചെയ്യാതെ ഈ രാഷ്ട്രീയത്തെ ജനങ്ങളോട് വിളിച്ചു പറയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതേസമയം ഫ്രഷ് കട്ടിനെതിരായ സമരത്തിൽ എന്നും മുൻനിരയിൽ ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ടെന്നും UDF-നാണ് ഫ്രഷ് കട്ട് ഫാക്ടർ തിരിച്ചടിയാവുക എന്നും DYFI നേതാവും കേസിലെ 1-ാം പ്രതിയുമായ T മെഹ്റൂഫ് പ്രതികരിച്ചു. ഈ ഫ്രഷ് കട്ട് വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിയില്ല. അത് മാത്രമല്ല UDF-ഉം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ചില ആളുകളാണ് ഈ ഫ്രഷ് കട്ടൊക്കെയായി ബന്ധമുള്ള ആളുകൾ. അതുകൊണ്ട് UDF-നെ അത് എങ്ങനെ ബാധിക്കും നോക്കിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഒക്ടോബർ 21 ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് പരിസരത്ത് നാട്ടുകാർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ക്രിമിനലാണെന്നും സമരത്തിൽ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സമരക്കാർക്കെതിരെ പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്. ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.